അടഞ്ഞ വഴികൾ നിന്റെ മുൻപിൽ പരാജയത്തിൻ്റെ വാതിലുകൾ അല്ല. അടഞ്ഞ വഴികളുടെ നടുവിലും മികച്ച വാതിലുകളെ തുറന്നു തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതവന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി പകലിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, മനോഹരമായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രഭാതത്തെ, ഈ ദിവസത്തെ വരവേൽക്കാം. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് കൈമാറാൻ എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ കൈമാറി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുവാൻ സ്വർഗം ഇടവരുത്തട്ടെ. പ്രിയരെ, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ഈ പ്രഭാതത്തിനകത്ത് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒത്തിരി വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ അടഞ്ഞ വ്യക്തികളായിരിക്കാം. ഒത്തിരി ആഗ്രഹിച്ച് സ്റ്റെപ്പ് എടുത്ത് വെച്ച ഒത്തിരി മുഖാംബരങ്ങൾ, ഒരുപക്ഷെ ബിസിനസ്സാകാം, ഭാവിയാകാം, വിദ്യാഭ്യാസമാകാം. ചില മേഖലകളിലെല്ലാം പെട്ടെന്ന് അപ്രതീക്ഷിതമായി, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചില വാതിലൊക്കെ നമ്മുടെ മുൻപിൽ അടഞ്ഞുപോയ വ്യക്തികൾ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം, പ്രിയരെ, ഒരു വഴി അടഞ്ഞത് അത് നിന്റെ പരാജയത്തിന് വേണ്ടിയല്ല. നീ ചിന്തിക്കുന്നുണ്ട് ഈ പ്രഭാതത്തിനകത്ത്, അയ്യോ എൻ്റെ മുൻപിലുള്ള വാതിലടഞ്ഞല്ലോ, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ മുൻപിൽ ഒരു വഴിയും കാണുന്നില്ല, മുൻപും പിൻപും അടയപ്പെട്ടതുപോലെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, ഒരു ലക്ഷ്യമില്ല. ആരെ ഞാൻ സഹായത്തിന് വേണ്ടി ആശ്രയിക്കും? ഏത് മനുഷ്യനെ ഞാൻ അപ്രോച്ച് ചെയ്യും? അല്ലെങ്കിൽ ഏത് മനുഷ്യൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് സഹായം ലഭിക്കുമെന്നൊക്കെ നീ ജീവിതത്തിനകത്ത് ഭാരപ്പെടുന്നുണ്ട്. പക്ഷേ ദൈവം എന്നോട് ഇന്ന് പകൽക്കാലം നിങ്ങളോട് കൈമാറാൻ തന്നൊരു ദൂത്, ഒരു വഴി അടഞ്ഞത് നിന്റെ പരാജയത്തിന് വേണ്ടിയല്ല. വഴി അടഞ്ഞുപോയ വ്യക്തികളെ നോക്കിയാണ് പറയുന്നത്. വഴി അടഞ്ഞത് പരാജയത്തിന് വേണ്ടിയല്ല. പക്ഷെ ദൈവം പറയുന്നു, ഈ പകൽ മികച്ചൊരു വാതിൽ ഞാൻ നിനക്ക് വേണ്ടി തുറന്നിടുകയാണ്. ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ പറഞ്ഞു സ്വീകരിക്കണം കേട്ടോ. വഴികൾ അടഞ്ഞുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല പാസ്റ്റർ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ കൈമാറാം. ഒരു വഴി അടഞ്ഞത് നിന്റെ പരാജയത്തിന് വേണ്ടിയല്ല, മികച്ച ചില വാതിലുകളെ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. പ്രിയരെ, നമ്മൾ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ പ്രഭാതത്തിനകത്ത് നന്നായി ദൈവത്തെ ആമേൻ പറഞ്ഞ് ആ ദൂതിനോട് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം, ചില വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു വരും. ആമേ വചനം പറയുന്നു, പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് അടച്ചു. 3 വാതിലുകൾ ഉണ്ടായിരുന്നു. 2 വാതിലുകൾ ദൂതൻ തുറന്നു, 3ാമത്തെ വാതിൽ സ്വതവേ തുറന്നു വന്നു. അതുപോലെ നിന്റെ മുൻപിൽ എത്ര വാതിലുകൾ കൊട്ടിയടച്ചാലും 1, 2, 3 എന്ന് എണ്ണി നിന്റെ മുൻപിലുള്ള വാതിലുകൾ, എത്ര പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ മുൻപിലുള്ള വാതിലുകൾ അടച്ചാലും ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്. ചില വാതിലുകൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി തുറക്കും, ചില വാതിലുകൾ സ്വതവേ തുറന്നു വരും. വിശ്വസിക്കാൻ കഴിയുമോ? ചില ദൈവിക നിയോഗങ്ങൾ സ്വതവേ വെളിപ്പെടാൻ പോകുകയാണ്. ചില ദൈവിക എൻകൗണ്ടറുകൾ സ്വതവേ വെളിപ്പെടാൻ പോകുകയാണ്. നല്ല ഭാവികൾ സ്വതവേ വെളിപ്പെടാൻ പോകുകയാണ്. അർഹതയില്ലാത്ത വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ സ്വതവേ തുറന്നു വരാൻ പോകുകയാണ്. അർഹതയില്ലാത്ത നന്മകൾ സ്വതവേ തുറന്നു വരാൻ പോകുകയാണ്. വിശ്വസിക്കുക, ചില വാതിലുകൾ അടഞ്ഞത് പരാജയത്തിനല്ല, അതിൻ്റെ നടുവിലും മികച്ച ചില വാതിലുകളെ ദൈവം തുറന്നിട്ടുണ്ട്. ദൂതൻ അവനെ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി. അതുപോലെ ദൈവിക ദൂതന്മാർ, ദൈവിക നിയോഗങ്ങൾ നിന്നെ വ്യത്യസ്തമായ വാതിലുകളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോവുകയാണ്. അതേ പ്രിയരെ, നമ്മുടെ ദൈവത്തെ പറ്റി, നമ്മുടെ അരിമനാഥനെ പറ്റി യെശയ്യാവ് പ്രവചിക്കുകയാണ്. അവൻ ദാവീദിന്റെ താക്കോൽ ഉള്ളവനാണ്. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിലുണ്ട്, അവൻ തോളിൽ വഹിച്ചിരിക്കുന്നു എന്നാണ് യെശയ്യാവ് പ്രവചിക്കുന്നത്. അടുത്ത് പറയുന്നൊരു പദമുണ്ട്, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. അർത്ഥം,
ദൈവം തുറന്നതൊന്നും ആരും ഇതുവരെ അടച്ചിട്ടില്ല. ആമേ, ദൈവം അടച്ചതൊന്നും ഇതുവരെ ആരും തുറന്നിട്ടുമില്ല. അർത്ഥം, ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഉലകത്തിലൊരു വ്യക്തിക്ക് നിന്റെ വാതിലിനെ അടയ്ക്കാൻ കഴിയത്തില്ല, നിന്റെ നന്മയെ അടയ്ക്കാൻ കഴിയത്തില്ല, നിന്റെ അനുഗ്രഹത്തെ അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം തുറന്നതിനെ ആർക്കും അടയ്ക്കാൻ കഴിയില്ലെങ്കിൽ വിശ്വസിക്കുക, ഈ പ്രഭാതത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് തുറന്നിട്ടുണ്ട്. ചില വാതിലുകൾ, ചില നന്മകൾ, ചില ദൈവിക എൻകൗണ്ടറുകൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം തുറന്നിട്ടുണ്ട്. ഒരിക്കൽ ദൈവം പറഞ്ഞു, ഏലിയാവേ, നീ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകണം. നീ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് നീ പോയി പറയണം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഈ ആണ്ടിൽ മഞ്ഞോ മഴയോ പെയ്യത്തില്ലെന്ന്. ദൈവം ഏലിയാവിൻ്റെ വാക്കിന്റെ മുൻപിൽ ആകാശത്തെ അടച്ചു. ആകാശത്തിൻ്റെ വിധാനത്തിൻ്റെ താക്കോൽ, ഞാൻ അങ്ങനെ പറയാം, ആകാശത്തിൻ്റെ വാതിലടച്ച് ആകാശത്തിൻ്റെ വാതിലിൻ്റെ താക്കോൽ ഏലിയാവിൻ്റെ കയ്യിൽ കൊടുത്തു, പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ ആത്മാവിൽ പറയാം, പ്രാർത്ഥിക്കുന്ന നിന്റെ കരത്തിൽ ചില നിയോഗങ്ങളുടെ താക്കോൽ തരും, ചില നന്മയുടെ താക്കോൽ തരും. ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില ദൈവിക നിയോഗങ്ങൾ നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. വിശ്വസിക്കുക, അങ്ങനൊരു തലം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഏലിയാവ് ശക്തമായി ശുശ്രൂഷ ചെയ്യുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. ഏലിയാവിനോട് പറയുന്നു, ഏലിയാവ് കേൾക്കുന്ന വാക്ക്, യിസബേൽ ഏലിയാവിനെതിരെ പദ്ധതി ഒരുക്കുന്നു എന്ന് ദൈവം തിരിച്ചറിഞ്ഞിട്ട് ദൈവം ഏലിയാവിന് വേണ്ടി ഒരു വാതിൽ തുറന്നു. അതെവിടെയാണ്? കെരീത്ത് എന്ന വാതിൽ. കെരീത്തിന്റെ കരയിൽ, കെരീത്ത് തോട്ടിന്റെ കരയിൽ ഏലിയാവ് വിശ്രമിക്കുകയാണ്. ഏകദേശം നീണ്ട മാസങ്ങൾ ഏലിയാവ് അവിടെ ഇരിക്കുമ്പോൾ അവന് വേണ്ടിയുള്ള കരുതലുകളുമായി കാക്കയെത്തുകയാണ്. ഞാൻ ആത്മാവിൽ പറയാം, ദൈവം തുറന്ന വാതിലാണോ അവിടെ കരുതലുണ്ട് കേട്ടോ. ദൈവം തുറന്ന വാതിലാണോ അവിടെ നമുക്ക് യഹോവ ജയറെ എന്ന് പറയത്തക്ക നിലവാരത്തിൽ, യഹോവ കരുതുന്നവൻ എന്ന് പറയത്തക്ക നിലവാരത്തിൽ അത്ഭുതങ്ങളുടെ കരുതൽ അവിടെ വെളിപ്പെടും കേട്ടോ. ആ കെരീത്തിനകത്ത് ദൈവം അവന് വേണ്ടി കരുതി. കാക്കയെ അയച്ച് അവനെ ആഹാരം കൊടുത്തു. പക്ഷേ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റി തുടങ്ങി, കാക്കയുടെ വരവ് തിന്നു. ഏലിയാവ് പറഞ്ഞില്ല, ഞാൻ ഇവിടം കൊണ്ട് തീരുമെന്ന്. ആ വഴി അടഞ്ഞപ്പോൾ ഏലിയാവ് ചിന്തിച്ചില്ല, ഞാൻ ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന്. ഏലിയാവിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഒരു വഴി അടച്ചാൽ മികച്ച മറ്റൊരു വഴി ദൈവം തുറക്കുമെന്ന്. ഏലിയാവിന്റെ അടുക്കൽ ദൈവം വന്നിട്ട് പറഞ്ഞു, ഏലിയാവേ, കെരീത്തിലെ വഴി അടഞ്ഞോ, നീ ഭാരപ്പെടണ്ട, ഞാൻ നിനക്ക് വേണ്ടി മറ്റൊരു വാതിൽ തുറക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഏതൊക്കെ വാതിലുകൾ അടഞ്ഞതുകൊണ്ട്, ഏതൊക്കെ നന്മകൾ പെൻഡിങ് ആയതുകൊണ്ട്, ഏതൊക്കെ ബിസിനസ്സുകൾ സ്റ്റക്ക് ആയതുകൊണ്ട്, ഏതൊക്കെ പഠനങ്ങൾ മുടങ്ങിപ്പോയതുകൊണ്ട്, ഏതൊക്കെ എക്സാമുകൾ പരാജയപ്പെട്ടതുകൊണ്ട്, ഏതൊക്കെ വേദനാജനകമായ ജീവിതത്തിനകത്ത് നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, ദൈവം നിങ്ങളെ പോക്കി പറയുകയാണ്, സ്നേഹിത, നിന്റെ ജീവിതത്തിനകത്ത് ഒരു വാതിൽ അടഞ്ഞെങ്കിൽ മറ്റൊരു മികച്ച വാതിൽ ദൈവം തുറന്നു തരാൻ വകയാണ്. ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ കെരീത്തിൽ നിന്ന് എഴുന്നേൽക്ക, നീ സാറാഫാത്തിലേക്ക് പോ, നിന്നെ പോറ്റേണ്ടതിന്, അങ്ങനെയാണ് പറയുന്നത് വചനം, നിന്നെ പോറ്റി പുലർത്തേണ്ടതിന് ഞാൻ സാറാഫാത്തിലെ ഒരു വ്യക്തിയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതേ ദൈവം പറയുന്നു, ചില വാതിലുകൾ, ചെറിയ വാതിലുകൾ അടഞ്ഞത് വലിയ ദേശങ്ങളുടെ വാതിലുകൾ തുറക്കാൻ, പട്ടണങ്ങളുടെ വാതിലുകൾ തുറക്കാൻ, നിയോഗങ്ങൾ വെളിപ്പെടാം. അതുപോലെ ദൈവം നിങ്ങളോട് പറയുന്നു, കാക്കയുടെ വരവ് നിന്നാൽ ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കും, ചില കുടുംബങ്ങളെ എഴുന്നേൽപ്പിക്കും, ചില പട്ടണങ്ങളെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുക. അതേ പ്രിയരെ, ഒരു വാതിലടഞ്ഞത് നമ്മുടെ പരാജയത്തിനല്ല, മികച്ച ചില വാതിലുകളെ ദൈവം തുറക്കാൻ പോകുകയാണ്. ദൈവദാസനെ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ഈ പകൽക്കാലം എനിക്ക് എൻ്റെ മുൻപിൽ അടഞ്ഞ വാതിലുകളുടെ നടുവിൽ ഒരു മികച്ച വാതിൽ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരണം. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഇന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആത്മാർത്ഥമായി ഇത് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ മല്ല കർത്താവേ, ഈ നിമിഷം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ താക്കോൽ തോളിൽ വഹിക്കുന്ന നീ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല, നീ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ലെന്ന് കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുള്ളൂ. ഈ വചനം അയച്ച് ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടഞ്ഞ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ സ്വതവേ തുറന്നു വരട്ടെ. പരാജയങ്ങളുടെ നടുവിൽ, അടഞ്ഞുപോയ വാതിലുകളുടെ നടുവിൽ നിൽക്കുന്ന, സ്റ്റക്കായി നിൽക്കുന്ന ചിലർക്ക് വേണ്ടി മികച്ച വാതിലുകൾ നാളെയല്ല ഈ പകൽ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. പുതിയ
ഓ റാം ചേരുകൾക്ക് ടെസ്റ്റ് മണികൾ, പുതിയ ദൈവിക ടെസ്റ്റ് മണികൾ ഞങ്ങളെ വിളിച്ചു പറയത്തക്ക നിലവാരത്തിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. മഹത്വത്താൽ മൂലം പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അതേ പ്രകാരം വിശ്വസിക്കാം, അടഞ്ഞ വാതിലുകൾ പരാജയമല്ല, മികച്ച ചില വാതിലുകളുടെ ആമേൻ ഒരുക്കത്തിന് വേണ്ടി, തുടക്കത്തിന് വേണ്ടി ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. സോ ഡോണ്ട് വറി ഫോർ ദാറ്റ്. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തുടർമാനമായി പ്രഭാതത്തിൽ സന്ദേശങ്ങൾ ലഭിക്കാനും ഞങ്ങളുടെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുവാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. God bless you. Let us start our journey with Holy Spirit. God bless you. Amen.